വിഷു പ്രിപ്പറേഷൻസ് 2026 ഇൻ ദുബായ്. ഫെസ്റ്റിവൽസ് ആണെങ്കിലും ഫാമിലി സെലിബ്രേഷൻസ് ആണെങ്കിലും അത് തലേന്ന് ഫാമിലിയോടൊപ്പം ഒത്തൊരുമിച്ചിരുന്ന് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് എൻജോയ് ചെയ്യാൻ എനിക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ്. ബട്ട് ദുബായ് വന്ന ശേഷം അതെല്ലാം സ്വപ്നം മാത്രമാണ്. ആസ് യൂഷ്വൽ നാളത്തേക്കുള്ള വിഷുവിൻ്റെ പർച്ചേസിങ് എല്ലാം ഉണ്ണിച്ചേട്ടൻ ഒരു ഡേ മുന്നേ തന്നെ ചെയ്തു കഴിഞ്ഞു. എനിക്ക് പിന്നെ അവിയൽ മിക്സ്, സാമ്പാർ മിക്സ്, പാല്, ഈ 3 ഐറ്റംസ് വാങ്ങിയിട്ട് ലുലുന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഫ്രഷ് കണിക്കൊന്നപ്പൂ പിന്നെ കുറേ പൂക്കളുമൊക്കെ ഇന്നലെ വാങ്ങിയതുകൊണ്ട് അത് കിട്ടുമോ ഇല്ലയെന്ന് ബോധർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഗ്രൈൻഡഡ് കോക്കനട്ട് കാറ്റഗറീസ് ഒക്കെ ടോട്ടലി എം ടി ആയിരുന്നു. അവിയലും പരിപ്പും തോരലും ഒക്കെ ഇടാനായിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി. ഫ്ലാറ്റിന് മുന്നേ തിരുവാതിരകളിയും പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്ന ഒരു കൊച്ചു സുന്ദരിയെ കാണാനിടയായി. ഇത്തവണ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് ഒരു 2-3 ടൈംസ് പറഞ്ഞു, അമ്മേ ഞാൻ വന്നിട്ട് മാത്രമേ വിഷുക്കണി ഒരുക്കാവേ, എനിക്കും കൂടണം. ലാസ്റ്റ് ടൈം അമ്മ ഒരുക്കിയ വിഷുക്കണി സൂപ്പറായിരുന്നു. അപ്പോൾ ആ ഒരു റെഫറൻസ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 100% ഷുവർ ആയിരുന്നു ആമിമോളുടെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏജിൽ എല്ലാ ഐറ്റംസും ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും സെൻസ് ചെയ്യാനും പിന്നെ അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി ആയതുകൊണ്ട് എന്തായാലും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പീസ്ഫുള്ളായിട്ട് വിഷുക്കണി ഒരുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നിടം വരെ അമ്മ വെയിറ്റ് ചെയ്തു. പിന്നെ ആവിക്കുട്ടിയെ ഞങ്ങൾ ഒന്ന് ഉറക്കിയ ശേഷം വിഷുക്കണി ഒരുക്കി തുടങ്ങി. അങ്ങനെ വിഷുക്കണിയൊക്കെ ഏകദേശം സെറ്റായി. ഇനി ഉണ്ണിക്കണ്ണന് ചാർത്താനായിട്ട് ഒരു മാലയും കൂടെ, പൂമാലയും കൂടെ എനിക്ക് കെട്ടാനുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഉണ്ണിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീട്ടിലെ ഉണ്ണി കൂടെ എത്തിക്കഴിഞ്ഞാൽ വിഷുവിനുള്ള എല്ലാം സെറ്റാണ്.